നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 12 വർഷമായി കുവൈറ്റിൽ താമസിക്കുകയാണ് ആ നേഴ്സ് ദമ്പതികൾ. രണ്ടുപേരും നേഴ്സുമാർ. കുവൈറ്റിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് നല്ല ശമ്പളം, നല്ല ആരോഗ്യമുള്ള, സൗന്ദര്യമുള്ള, മാതൃകയായി തോന്നുന്ന ദമ്പതികൾ. ഇക്കഴിഞ്ഞ ദിവസമാണ് കുവൈറ്റിൽ നിന്ന് നമ്മൾ ആ ദുരന്ത വാർത്ത കേട്ടത്. പരസ്പരം കുത്തിമരിച്ച ദമ്പതിമാരെ കുറിച്ച്. കുവൈറ്റിൽ അബ്ബാസിയിൽ താമസിക്കുന്ന കണ്ണൂർ സ്വദേശി സൂരജ്, പെരുമ്പാവൂർ സ്വദേശിനിയായ ഭാര്യ ബിൻസി എന്നിവരാണ് മരിച്ചത്. ഇരുവരും പരസ്പരം കുത്തിമരിക്കുകയായിരുന്നുവെന്നാണ് ആദ്യം പുറത്തുവന്ന വാർത്തകൾ. എന്നാൽ പിന്നീട് സൂരജ് ബിൻസിയെ കൊലപ്പെടുത്തുകയും സൂരജ് ആത്മഹത്യ ചെയ്യുകയുമായിരുന്നുവെന്ന് മറ്റു ചില സുഹൃത്തുക്കൾ പറയുന്നു. വ്യാഴാഴ്ച രാവിലെ അബ്ബാസിയിലെ താമസ സ്ഥലത്താണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടത്. 12 വർഷമായി കുവൈറ്റിൽ താമസിക്കുന്നു. കയ്യിൽ ഇഷ്ടം പോലെ പണം. ഓസ്ട്രേലിയയിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി വരുന്നതിനിടയിലാണ് ഇരുവരും തമ്മിൽ കുത്തിമരിച്ചത് എന്ന് വാർത്തകൾ വന്നു. ഈസ്റ്ററിന് തൊട്ട് മുൻപാണ് ബിൻസി അവധിയില്ലാത്തത് കാരണം കുവൈറ്റിലേക്ക് നാട്ടിലെത്തി പെട്ടെന്ന് മടങ്ങിയത്. ഈസ്റ്റർ കഴിഞ്ഞതിനു ശേഷം സൂരജും തിരികെ കുവൈറ്റിലെത്തി. പരസ്പരം നല്ല സ്നേഹത്തിലായിരുന്നു ഇരുവരുമെന്ന് സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ പറയുന്നു. രണ്ടുപേരും ചേർന്ന് ഓസ്ട്രേലിയയിലേക്ക് പോകാൻ തീരുമാനവുമെടുത്തിരുന്നു. ബംഗളൂരുവിൽ പോയി മെഡിക്കൽ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇരുവരും കുവൈറ്റിലേക്ക് മടങ്ങിയത്. നാട്ടിലെത്തി മടങ്ങുന്ന ഘട്ടത്തിലൊന്നും ഇരുവരും തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്ന് രണ്ട് വീട്ടുകാരും അവരുടെ സുഹൃത്തുക്കളുമൊക്കെ പറയുന്നു. ഈ ദമ്പതികൾക്ക് 3ാം ക്ലാസ്സിലും UKGയിലും പഠിക്കുന്ന 2 കുട്ടികളുണ്ട്. ഇവർ ബിൻസിയുടെ വീട്ടിലാണിപ്പോൾ. ദമ്പതികൾ തമ്മിൽ പരസ്പരം വഴക്കുകൂടുകയും പരസ്പരം കുത്തിമരിക്കുകയും ചെയ്തു എന്ന വാർത്തയാണ് നമുക്ക് തികച്ചും അവിശ്വസനീയമായി തോന്നുന്നത്. ഈ മരണം സംബന്ധിച്ച് കുവൈറ്റ് പോലീസിൽ നിന്ന് ഔദ്യോഗിക വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നില്ല. ഇരുവരും തമ്മിൽ വലിയ വഴക്കുണ്ടായി തർക്കിക്കുന്നത് കേട്ടുവെന്നാണ് അയൽക്കാർ പറയുന്നത്. രാവിലെ കെട്ടിടത്തിലെ കാവൽക്കാരൻ ചെന്ന് നോക്കിയപ്പോൾ രണ്ടുപേരെയും മരിച്ച നിലയിൽ കണ്ടെത്തി. ഇരുവരുടെയും കയ്യിൽ കത്തി ഉണ്ടായിരുന്നുവെന്ന് കാവൽക്കാരൻ തന്നെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. സൂരജ് കുവൈറ്റിലെ ആരോഗ്യ മന്ത്രാലയത്തിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. ബിൻസി കുവൈറ്റിലെ പ്രതിരോധ മന്ത്രാലയത്തിലെ സ്റ്റാഫ് നേഴ്സാണ്. ഇരുവരും രാത്രി ഷിഫ്റ്റ് കഴിഞ്ഞ് വ്യാഴാഴ്ച രാവിലെ ഫ്ളാറ്റിലെത്തി. തുടർന്നായിരുന്നു ഇരുവർക്കുമിടയിൽ വഴക്കുണ്ടായതും കത്തിക്കുത്തിൽ മരിച്ചു വീഴുന്നതും. മരിച്ച നേഴ്സുമാരായ മലയാളി ദമ്പതികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ. ഇരുവരും നാട്ടിൽ വന്നു പോയി ദിവസങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ബിൻസിയെ കൊന്നതിന് ശേഷം സൂരജ് ആത്മഹത്യ ചെയ്തതാണോ? വലിയ സ്നേഹത്തിൽ കഴിയുന്ന ദമ്പതികൾ ഇത്ര നിസ്സാരമായി പെട്ടെന്ന് വഴക്കുണ്ടാക്കുകയും പരസ്പരം കുത്തിമരിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് പോലും വിശ്വസിക്കാൻ പ്രയാസമാണ്. ഭാര്യയുടെ മരണം സൂരജ് ചില സുഹൃത്തുക്കളെ ഫോണിൽ വിളിച്ചറിയിച്ചിരുന്നുവെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന കുവൈറ്റിൽ നിന്നുള്ള വാർത്തകൾ. ഈ സുഹൃത്തുക്കൾ തന്നെയാണ് ഇത്തരം ചില സ്ഥിരീകരണങ്ങൾ നടത്തുന്നതും. കുടുംബ പ്രശ്നം തന്നെയാണ് ഇരുവരുടെയും മരണകാരണമെന്ന് സുഹൃത്തുക്കൾ ഇപ്പോൾ പറയുന്നു. രാത്രി ഷിഫ്റ്റിന് ശേഷം ഇരുവർക്കുമിടയിൽ തർക്കമുണ്ടായി. ദേഷ്യത്തിൽ അയാൾ അവളെ കുത്തിക്കൊന്നു. ഇതൊരു കൊലപാതകമാണോ, മറ്റേതെങ്കിലും വിധത്തിൽ അപകടമാണോ, മറ്റാരെങ്കിലും ഇവരെ കൊലപ്പെടുത്താനുള്ള സാധ്യതയുണ്ടോ? പലവിധ ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ സംഭവത്തിന് ശേഷം സൂരജ് കൂട്ടുകാരെ വിളിച്ചിരുന്നു എന്ന സുഹൃത്തുക്കളുടെ വെളിപ്പെടുത്തലാണ് കുടുംബ പ്രശ്നത്തെ തുടർന്നാണ് ഇരുവരും മരിച്ചത് എന്ന് ഉറപ്പിക്കാൻ കഴിയുന്നത്. സംഭവത്തിന് ശേഷം സൂരജ് തന്റെ കൈകൊണ്ട് ഭാര്യ മരിച്ചുവെന്നും താൻ ഈ ലോകത്തു നിന്ന് പോകുന്നുവെന്നും സുഹൃത്തുക്കളെ വിളിച്ചറിയിച്ചു. പിന്നീട് പ്രൊഫൈൽ പിക്ചറൊക്കെ നീക്കം ചെയ്തു. വാട്സാപ്പിൽ നിന്ന് സ്റ്റാറ്റസ് ഫോട്ടോകൾ സൂരജ് തന്നെ നീക്കം ചെയ്തു. ഓസ്ട്രേലിയയിലേക്ക് മാറാനുള്ളത് കൊണ്ടാണ് കുട്ടികളെ കൂടെ കൊണ്ടുപോകാത്തത്. ഒരുപക്ഷെ കുട്ടികൾ ഒപ്പമുണ്ടായിരുന്നുവെങ്കിൽ ഈ ദുരന്തം ഒഴിവായി പോയേനെ. ഇരുവരുടെയും മരണം സംഭവിക്കുന്ന അന്ന് രാവിലെ സൂരജിന്റെ അമ്മ സൂരജിനെ വിളിച്ചിരുന്നു. തനിക്ക് ബിൻസിയുമായൊന്ന് സംസാരിക്കണമെന്ന് അമ്മ സൂരജിനോട് പറഞ്ഞു. ബിൻസി വീടിന് പുറത്താണെന്നായിരുന്നു സൂരജിന്റെ മറുപടി. വെള്ളിയാഴ്ച കുവൈറ്റിൽ പൊതു അവധിയായതുകൊണ്ട് ഇനി ശനിയാഴ്ച മാത്രമേ ഇരുവരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കാൻ കഴിയൂ. തുടർന്ന് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഈ ദമ്പതികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കും. ഓസ്ട്രേലിയയിലേക്ക് പോയി ഒരു പുതിയ ജീവിതം തുടങ്ങാൻ കാത്തിരിക്കുമ്പോഴാണ് വലിയ ദുരന്തം. 4 ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഒടുവിൽ സൂരജ് നാട്ടിൽ നിന്ന് മടങ്ങിയത്. അതാവട്ടെ തന്റെ അവസാന യാത്രയാകുമെന്ന് സൂരജ് നനച്ചിരിക്കില്ല. കീഴില്ലം മണ്ണൂർക്കുഴിയൂർ കട്ടക്കയം തോമസിന്റെയും അന്നമ്മയുടെയും മകളാണ് ബിൻസി. കീഴില്ലത്തിന് സമീപമുള്ള കുന്നുക്കുരുടിയിലായിരുന്നു കുടുംബം ആദ്യം താമസിച്ചിരുന്നത്. പിന്നീട് കീഴില്ലത്തിലേക്ക് മാറി. ഇരുവരും തമ്മിൽ പലപ്പോഴും കലഹം ഉണ്ടാകാറുണ്ടായിരുന്നുവെന്നാണ് സൂരജിന്റെയും ബിൻസിയുടെയും ഒക്കെ സുഹൃത്തുക്കൾ പറയുന്നത്.
എന്നാൽ ഇതിൽ തങ്ങൾ ഇടപെടാൻ മടിക്കും. കാരണം കലഹം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ ഇരുവരും കട്ട പ്രേമത്തിലാകും. മരണം സംഭവിച്ച അന്ന് രാവിലെ വഴിയിൽ വെച്ച് ഇരുവരും തമ്മിൽ വഴക്കുണ്ടായി എന്നാണ് പുറത്തുവരുന്ന വിവരം. ഈജിപ്തുകാരനായ കെയർടേക്കർ വന്ന് നോക്കുമ്പോഴാണ് ഫ്ളാറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പലപ്പോഴും ഒരു ദേഷ്യം, വാശി, അതാണ് ദാമ്പത്യ ബന്ധങ്ങൾ ഒടുങ്ങാനുള്ള കാരണം. ഇത് ദാമ്പത്യ ബന്ധത്തിൻ്റെ തകർച്ച മാത്രമല്ല, പരസ്പരം കുത്തിക്കൊല്ലാനുള്ള മനസ്ഥിതിയിലെത്തി നിൽക്കുന്നു പല മനുഷ്യജന്മങ്ങളും. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ജീവിക്കാൻ തന്നെ ഭയം തോന്നും. ഈ ദമ്പതികൾക്ക് എന്തിൻ്റെ കുറവായിരുന്നുവെന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചിലരുടെ ചോദ്യം. അതൊരു ന്യായമായ ചോദ്യമാണ്. കുവൈറ്റിൽ പ്രതിരോധ മന്ത്രാലയത്തിൽ ജോലി ചെയ്യുന്ന നേഴ്സ്, അഥവാ സർക്കാർ സംവിധാനങ്ങളിൽ ജോലി ചെയ്യുന്ന മറ്റൊരു നേഴ്സ്, ഇരുവർക്കും ലഭിക്കുന്നത് നല്ല ശമ്പളം തന്നെ. ഇത്ര ആകർഷകമായ ജോലി ലഭിച്ചിട്ടും നല്ല ആരോഗ്യത്തോടെ ജീവിക്കുന്ന ഈ ദമ്പതികൾക്ക് എന്തുപറ്റി? മിടുമിടുക്കരായ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ, അവരുടെ കാര്യം പോലും ദമ്പതികൾ ഓർത്തില്ലേ? കൊച്ചുവാശി പെട്ടെന്ന് വഴക്കിലെത്തും. ആ വഴക്കിൽ കത്തിയെടുത്ത് കയ്യിൽ കരുതുന്ന സമ്പ്രദായം, അതാണ് നമുക്ക് പലപ്പോഴും ദഹിക്കാത്തത്. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മുൻപ് മാതാപിതാക്കളോടും സഹോദരങ്ങളോടുമൊക്കെ തുറന്നു പറഞ്ഞ് അവരൊക്കെ ഇടപെട്ട് പരിഹരിക്കാറുണ്ടായിരുന്നു കേരളത്തിൽ പൊതുവെ. എന്നാൽ ഇപ്പോൾ പരസ്പരം എല്ലാം മൂടിവെക്കുന്നു. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ സ്വന്തം സഹോദരങ്ങൾ പോലും തയ്യാറാകുന്നില്ല. മാതാപിതാക്കൾക്കൊക്കെ വലിയ പരിമിതിയാണ്. വിദേശത്തുള്ള മക്കൾ വലിയ കാഴ്ചപ്പാടുള്ളവരല്ലേ എന്ന് മാതാപിതാക്കളുടെ ധാരണ. എന്നാൽ പലപ്പോഴും നിസ്സാര വഴക്കിൻ്റെ പേരിൽ അവർ കുത്തിമലയ്ക്കുന്നു. ഒന്ന് തുറന്നു സംസാരിച്ചിരുന്നുവെങ്കിൽ വലിയ വഴക്കുണ്ടാകുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ കുറേ നേരം ഒന്ന് നിശബ്ദമായിരുന്നുവെങ്കിൽ ഇത്തരം കൊലപാതകങ്ങൾ ഒഴിവാക്കപ്പെട്ടേനെ. ഒന്ന് ഇരുത്തി ചിന്തിക്കാനുള്ള സമയം പോലും കൊടുക്കാതെ പരസ്പരം കത്തിയെടുത്ത് ദമ്പതികൾ നമുക്കൊട്ടും അങ്ങ് ദഹിക്കുന്നില്ല, വിശ്വസിക്കാൻ പാടുപെടുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.